സിനിജി, വെഞ്ഞാറമൂട് കൊലപാതക കേസിൽ പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. പിതാവ് പറഞ്ഞ കാര്യങ്ങൾ ഏറെ ദുരൂഹ ഉണർത്തുന്നതുമാണ്. ഉമ്മയാണ് ഇതിലെ വില്ലത്തിയെന്ന് സംശയം തോന്നിപ്പോകുന്ന ചില സംഭവങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഈ ആർഭാട ജീവിതം നയിക്കാനായി 65 ലക്ഷം രൂപ വെറുതെ ചിലവാക്കി കളഞ്ഞതാണോ? കാരണം പിതാവിനറിയില്ല ഇതിൻ്റെ പിന്നിൽ മറ്റേതെങ്കിലും ഭീകര സംഘടനകളുടെ സാന്നിധ്യം ഇവർക്കുണ്ടോ? 14 പേരിൽ നിന്ന് കടം വാങ്ങിയെന്ന് പറയുന്നു. ഈ 14 പേർ എവിടെയാണ്? ഇവരാരും പണം ചോദിച്ചു വന്നതായി നമ്മൾ കാണുന്നില്ല. ഉമ്മ ഇപ്പോഴും പറയുന്നത് താൻ കട്ടലിൽ നിന്ന് വീണാണ് തനിക്ക് ഇത്ര വലിയ ആഘാതമേറ്റതെന്ന്. ഈ ഉമ്മ സ്വയം രക്ഷയ്ക്കാണോ അതോ മകനെ രക്ഷിക്കാൻ വേണ്ടിയാണോ ഇത് പറയുന്നത്? അതായത് ഉമ്മയുടെ മറ്റ് ഇടപാടുകൾ പുറത്തറിയാതിരിക്കാൻ മകൻ്റെ പേര് പറയുകയോ ചെയ്താൽ മകൻ തന്നെ ഒറ്റുമോ എന്നുള്ള ഭയമാണ് ഉമ്മയെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ അബ്ദുൾ റഹീം ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഇത് സംബന്ധിച്ചുള്ള ദുരൂഹതകളിൽ ചെറിയ ഒരു മാറ്റം ഉണ്ടായത്. കാരണം 65 ലക്ഷം രൂപയുടെ കടം ഉമ്മയുടെ പേരിലുണ്ട്, മകൻ്റെ പേരിൽ 70 ലക്ഷം രൂപയുടെ കടമുണ്ട്. ഇത്തരത്തിൽ പല കാര്യങ്ങളുമാണ് പോലീസ് പറയുന്നത്. അപ്പോൾ ആ പോലീസ് എന്താ പറയുന്നത്? അഫാൻ നൽകുന്ന മൊഴി അനുസരിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു. അപ്പോൾ അഫാൻ ഒരു കാര്യം പറയുന്നു, പിന്നീട് ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോൾ മാറ്റി കാര്യങ്ങൾ പറയുന്നു, പിന്നീട് വേറൊരു കാര്യം പറയുന്നു. ഇതൊക്കെ പറയുമ്പോഴും ഉമ്മ ചില കാര്യങ്ങൾ മനഃപൂർവ്വം മറച്ചു വെക്കുന്നു. അപ്പോൾ പിതാവ് വിദേശത്ത് നിന്ന് വരുന്നു, അതിനുശേഷം ആശുപത്രിയിൽ പോയി ഏതാണ്ട് 3/4 മണിക്കൂറോളം ഈ ഭാര്യയുമായി സംസാരിക്കുകയോ ചെയ്യുന്നു. ഇവർക്ക് മാരകമായി പരിക്കേറ്റിട്ടുണ്ടോ? മൂക്കിൻ്റെ അവിടെ, കണ്ണിൻ്റെ താഴെ, വായ്ക്കുള്ളിലൊക്കെ തന്നെ സ്റ്റിച്ചിട്ടേക്കുക. സംസാരിക്കാൻ തന്നെ വളരെ പ്രയാസമാണ്. എങ്കിലും മജിസ്ട്രേറ്റിന് മൊഴി കൊടുക്കുകയും ചെയ്തു. ഈ മജിസ്ട്രേറ്റ് നൽകിയ മൊഴിയിൽ പറയുന്നത് താൻ സ്വയം കട്ടിൽ നിന്ന് വീഴുകയായിരുന്നു, അങ്ങനെ വീണ് പരിക്കേറ്റതാണ്. തൻ്റെ ഇളയ മകൻ എവിടെ എന്നതാണ് അന്വേഷിക്കുന്നത്. പിതാവ് വരുമ്പോഴും ഇതേ കാര്യം ചോദിക്കുന്നു, നമ്മുടെ ഇളയ കുട്ടി എവിടെ? അപ്പോൾ പിതാവ് പറയുന്നു, അടുത്തുള്ള ബന്ധുവീട്ടിലാണ്, അവൻ പരീക്ഷയൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. നീ എങ്ങനെയാണ് ഈ അബദ്ധത്തിൽ വീണത് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് ഓർമ്മയില്ല, ഞാൻ കട്ടിലിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു, എൻ്റെ തലയിടിക്കുകയായിരുന്നു. അപ്പോൾ കട്ടിലിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഷെമിയുടെ കണ്ണിന് താഴെ 6-7 സ്റ്റിച്ച്, വായ്ക്കുള്ളിൽ നിരവധി സ്റ്റിച്ച്, പല്ലുകളടക്കം പോയി. അപ്പോൾ ഇവൻ ചുറ്റിക ഉപയോഗിച്ചാണ് എല്ലാവരെയും കൊന്നതിൻ്റെ വാർത്തകൾ പോലീസ് സ്ഥിരീകരിച്ചല്ലോ. അപ്പം ചില ആളുകളെ, അതായത് ഉമ്മയെ തലയിൽ ഷോളും മറ്റും മുറുക്കി തല ഭിത്തിയിലിടിച്ചു, ഈ ഉമ്മയെ അങ്ങനെ ഇടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എല്ലാവരെയും ഒരുപോലെ ചുറ്റിക ഉപയോഗിച്ച് ഇവൻ ആക്രമിക്കുകയായിരുന്നു. അപ്പം അഫാൻ ചുറ്റിക ഉപയോഗിച്ച് അങ്ങനെ ആക്രമിച്ചാൽ കൊല്ലപ്പെടും എന്നതിൻ്റെ കൃത്യമായ ചില സൂചനകൾ അവന് ലഭിച്ചിരുന്നു. സത്യത്തിൽ അത് സൂചനയല്ല, അഫാൻ ഏതോ ഒരു ഗ്യാങ്ങിൻ്റെ പിടിയിലാണ്. ആ ഗ്യാങ്ങുമായിട്ട് അഫാൻ അഭേദ്യമായ ബന്ധമുണ്ട്. ഇത് ഉമ്മയായ ഷെമിക്ക് അറിയാം, പക്ഷെ അവർ അത് പറയുന്നില്ല. അതായത് അഫാൻ എന്ന് പറയുന്ന 23 വയസ്സുകാരൻ വീടിന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഒന്നുകിൽ ഉമ്മ കൂട്ടിന് വേണം, അല്ലെങ്കിൽ അനുജൻ വേണം. ഇവരെ അല്ലാതെ കൂട്ടാതെ ഇവനൊറ്റയ്ക്ക് ഇറങ്ങില്ല. ഇവരുടെ ബന്ധുക്കൾ, അതായത് ഉമ്മയുടെ ബന്ധുക്കൾ പറയുന്നത് ഇവനെ ആ വീട്ടിലെ ചടങ്ങുകൾക്ക് വിളിക്കുമല്ലോ, ബന്ധുക്കളുടെയൊക്കെ, ആ ചടങ്ങിൽ ഇവൻ പങ്കെടുക്കില്ല. ഇനി നിർബന്ധിച്ചു എന്ന് വരുത്തിക്കോട്ടെ, ഈ ചടങ്ങ് നടക്കുന്ന സമയമാകുമ്പോൾ ഇവൻ അവിടെ എത്തുകയും ബന്ധുക്കളുമായിട്ട് പരമാവധി ഇടപഴകാതിരിക്കാൻ പർപ്പസ്ഫുള്ളി ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ ശ്രമിക്കുന്ന ഒരാൾക്ക് ഇവിടെ നിന്നോ ചില സ്വാധീനങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇവൻ രാത്രി കാലങ്ങളിൽ സ്ഥിരമായി ബൈക്കിൽ ചുറ്റി സഞ്ചരിക്കുന്നു. അപ്പോൾ ഈ ബൈക്കിൽ ചുറ്റി സഞ്ചരിക്കുന്നത് ഒരു പ്രത്യേക വിങ്ങിൻ്റെ കൂട്ടത്തിലാണ് എന്ന് ആരെങ്കിലും കരുതിയാൽ തെറ്റു പറയാൻ പറ്റില്ല. അപ്പോൾ നേരത്തെ നമുക്കറിയാം, നിരോധിതമായ ചില സംഘടനകൾ അത്തരത്തിലുള്ള യുവാക്കളെ വഴിതെറ്റിക്കാനായിട്ട് ശ്രമിക്കുന്നു. വഴിതെറ്റിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? അതായത് ഇന്ത്യയിൽ തന്നെ 55% യുവാക്കളാണ്. അപ്പോൾ ഈ യുവാക്കളെ ക്യാൻവാസ് ചെയ്താൽ ഒരു തീവ്രവാദ സംഘടനയ്ക്ക് ആ രാജ്യത്തെ തന്നെ നശിപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ ഡ്രഗ്സ് ഒക്കെ വിൽക്കുന്ന മാഫിയ, നമ്മൾ വിചാരിക്കുക 50 രൂപയ്ക്ക് അല്ലെങ്കിൽ 500 രൂപയ്ക്കൊക്കെ തെരുവിൽ മയക്കുമരുന്ന് വിൽക്കുന്ന ചെറിയ ടീമാണെന്ന്. അങ്ങനെയല്ല. ഈ മയക്കുമരുന്ന് റാക്കറ്റ് എന്ന് പറഞ്ഞാൽ ISI പോലെയുള്ള അൽഖയ്ദ പോലെയുള്ള തീവ്രവാദ ശൃംഖലയുടെ ഒരു അറ്റത്തായിരിക്കും ഒരു കണ്ണി. മറ്റേ കണ്ണി മറ്റ് സ്ഥലങ്ങളിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്ക് നീങ്ങുന്നു. അപ്പോൾ അവർക്ക് പ്രവർത്തിക്കാനുള്ള പണം വേണം. അങ്ങനെ പണം വേണമെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മയക്കുമരുന്ന് ഉൾപ്പെടെ സിന്തറ്റിക് ഡ്രഗ്സ് ഉൾപ്പെടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന്, കേരളത്തിൽ ഉൾപ്പെടെ കൊണ്ടുവന്ന് ഇത് വിപണനം ചെയ്യണം. ആ കിട്ടുന്ന പണം ഉപയോഗിച്ചാണ് ഇവരുടെ പ്രവർത്തനം നടക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോ ഇത്തരം പ്രവർത്തനക്കാരെ നേരിടാൻ അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് വിൽപ്പനക്കാരെ എതിർക്കാൻ ശ്രമിച്ചാൽ കൃത്യമായി അറ്റാക്ക് അവർ നടത്തിയിരിക്കും. അതായത് ആളുകളെ കൊന്നുകളയും. സാധാരണഗതിയിൽ ബോംബ് ഉപയോഗിച്ച്, തോക്ക് ഉപയോഗിച്ചൊക്കെ ആക്രമണം നടത്തുമ്പോൾ അതിന് വലിയ ചിലവാണ്, നാട്ടുകാർ മൊത്തം അറിയും, ആളുകളുടെ എല്ലാം ശ്രദ്ധയിൽപ്പെടും. പക്ഷേ മയക്കുമരുന്ന് പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ് പോലെയുള്ള ആധുനിക യുദ്ധോപകരണങ്ങളാണ് ഇപ്പോൾ തീവ്രവാദികളുടെ കയ്യിലെ ആയുധം. ഇവ കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധി മരവിക്കും. അപ്പോൾ അവൻ്റെ ചിന്താശേഷിയെ, ബുദ്ധിയൊക്കെ നിയന്ത്രിക്കാൻ ഇത് കൊടുക്കുന്ന ആളുകൾക്ക് കഴിയും. നിനക്ക് പണം തരാം, നിനക്ക് ഇന്ന സൗകര്യങ്ങൾ തരാം, പക്ഷേ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. അവൻ്റെ മെൻ്റലി അതുപോലെ തന്നെ ഫിസിക്കലി അവൻ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യാനും അറിയാനും പറ്റും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ബന്ധുക്കളിൽ നിന്ന് ഇത്തരക്കാരെ അകറ്റും. ബന്ധുക്കളോടൊരു ശത്രുതാ മനോഭാവം വരും. ഇപ്പോൾ ഇവൻ പറയുന്നത് എന്താ, 65 ലക്ഷം രൂപ ഉമ്മ കടക്കണിയിലായതോടുകൂടി പലരും പണം ചോദിച്ച് അവിടേക്ക് എത്തുന്നു.
കാമുകിയായ ഫർസാന അടുത്ത് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എത്തുമ്പോൾ ഇവന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുകയും വീട്ടുകാരോട് നമുക്ക് ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാമെന്നും പറയുന്നു. പോലീസ് നൽകുന്ന വിശദീകരണമാണ്. പക്ഷേ അത് നടന്നില്ല. അതിനുശേഷം ഈ പണം കടം വാങ്ങിയ ആൾക്കാർ പലതവണ വന്ന് ചോദിച്ചെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഈ സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം ഒരാൾ പോലും പണം ആവശ്യപ്പെട്ട് അവിടെ ചെന്നിട്ടില്ല. അപ്പോൾ 2 ഓപ്ഷനാണ്. ഒന്നുകിൽ ആ നൽകിയ പണം കള്ളപ്പണമാകാം, അതല്ലെങ്കിൽ ആ പണം നൽകിയ ആളുകൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. 14 പേരിൽ നിന്ന് 65 ലക്ഷം രൂപ കടം വാങ്ങിയതിൻ്റെ ഒരു ലിസ്റ്റ് പോലീസുകാർ ഈ അഫാൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇതാരൊക്കെയാണ് നൽകിയതിനെ സംബന്ധിച്ച് കൃത്യമായ സൂചനയില്ല. പിതാവ് വരുമ്പോൾ പറയുന്നത് എൻ്റെ അറിവിൽ 15 മുതൽ 20 ലക്ഷം രൂപയുടെ കടവേ ഉള്ളൂ. അപ്പോൾ ഈ പൈസ എവിടെയാണ്? അപ്പോൾ ഈ പൈസ ഒന്നുകിൽ ആഡംബര ജീവിതത്തിന് വേണ്ടി അഫാൻ ഉപയോഗിച്ചു, അത് ഉമ്മയുടെ മൗനാനുവാദത്തോടെ. അപ്പോൾ ഈ അഫാൻ ഈ രാത്രിയിലെല്ലാം കറങ്ങി നടന്ന് പുലർച്ചെ വീട്ടിലെത്തുമ്പോൾ ഉമ്മ ഇത് ചോദ്യം ചെയ്യാതിരിക്കുക. എന്തുകൊണ്ട്? അഫാനെ പേടിച്ച്. അതായത് ഈ തീവ്രവാദ സംഘടന പോലെയുള്ള ഒരു ഗ്രൂപ്പിൻ്റെ കയ്യിലാണ് അഫാൻ്റെ പ്രവർത്തനമെങ്കിൽ അവനെ ബന്ധുക്കളിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട് ശ്രമിക്കും. മാത്രമല്ല അവരോടൊരു വിരോധം ഉണ്ടാക്കും. അപ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും സ്വന്തം ഉമ്മയോട് ഉമ്മുമ്മയോട് സഹോദരനോടൊക്കെ ഒരു വൈരാഗ്യം ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇവൻ ആദ്യം കൊലപ്പെടുത്തിയത് ഇവൻ്റെ ഉമ്മുമ്മയാണ്. അതിനുശേഷം പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തി. ഇതിനുശേഷം ഇക്കാര്യം ഇവൻ തുറന്നു പറഞ്ഞത് ഇവൻ്റെ കാമുകിയായ ഫർസാനയോടാണ്. ഫർസാന ചോദിച്ചു, എടാ അഫാനെ, ഇത്രയും പേരെ കൊന്നതിന് ശേഷം നമുക്ക് സുഖമായി സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുമോ? ആ ചോദ്യമാണ് അഫാനെ ഞെട്ടിച്ചത്. അഫാൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് അവൻ റിയാലിറ്റിയിലേക്ക് വരുന്നത്. അപ്പോൾ അവൻ മറ്റെന്തെങ്കിലും ആളുകളുടെ സ്വാധീനത്താൽ അവൻ്റെ മസ്തിഷ്കത്തെ മറ്റാരെങ്കിലും ബലം പ്രയോഗിച്ച് പിടിച്ചു വെച്ചിരുന്നുവെങ്കിൽ അവൻ ബോധം മനസ്സിലേക്ക് ഉണർന്നു. അപ്പോൾ ഇവന് മനസ്സിലായി കുഴപ്പമായി. ഈ ഫർഹാനയ്ക്കൊപ്പം ജീവിക്കാൻ പറ്റില്ല. സിമ്പിൾ. ഫർഹാന ഒറ്റപ്പെടരുത്, അവളെ തലക്കടിച്ചും കൊല്ലുന്നു. അങ്ങനെയാണ് കാമുകിയെ കൊന്നതിൻ്റെ ചില സൂചനകളാണ് പോലീസ് ഇപ്പോൾ നൽകുന്നത്. പിന്നീടുള്ളത് സഹോദരനാണ്. അവൻ ഏറ്റവും പ്രിയപ്പെട്ട കുഴിമന്തി മേടിച്ചു കൊടുത്തെങ്കിലും അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോലുള്ള അവസരം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ സഹോദരനെ തലക്കടിച്ചു കൊല്ലുന്നു. അപ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ കൊലപാതകങ്ങൾ നടത്തിയെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ ശാസ്ത്രീയമായ രീതിയിൽ കൊലപാതകം നടത്തണമെങ്കിൽ അവൻ ആരുടെയെങ്കിലും പിന്തുണ വേണ്ടേ? തീർച്ചയായിട്ടും. ഈ പറഞ്ഞപ്പോഴാണ് ഈ രാത്രികാലങ്ങളിലെ യാത്ര ഉമ്മയ്ക്കും കാമുകിക്കും അറിയാമായിരുന്നായിരിക്കും. മാത്രമല്ല ഈ ഉമ്മ ചിലപ്പോൾ അത് ഈ ഭർത്താവിൻ്റെ ഉമ്മയോടോ, കാരണം വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് ഭർത്താവിൻ്റെ സഹോദരനായ ലത്തീഫാണ്. ലത്തീഫിനോടോ ഇവൻ്റെ വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ പറഞ്ഞു കാണും. ഇത് പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി മാത്രമാണോ ഇവൻ ഈ ആളുകളെയൊക്കെ കൊന്നത്? അതിനുശേഷം ഫർസാനയോടൊപ്പം ജീവിക്കാമെന്ന് കരുതിയപ്പോഴാണ് സിനിജി പറഞ്ഞതുപോലെ റിയാലിറ്റിയിലേക്ക് ഇവൻ വന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇനി ഫർസാന ജീവിച്ചിരുന്നാലും തനിക്ക് ഫർസാനയോടൊപ്പം സുഖമായി ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടാകണം ഈ ഒരു വലിയ കൊടും ക്രൂരത ചെയ്ത്. അപ്പോഴും നമ്മുടെ ചോദ്യം എന്തിനാണ് അനിയനെ കൊന്നത് എന്നുള്ളതാണ്. ഉമ്മയെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടന്നു, കാമുകിയെ കൊന്നു, താനില്ലാത്ത ലോകത്ത് അവളും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരമായുള്ള ഉപദേശം കാരണമാണ് അമ്മുമ്മയെയും വലിയച്ഛനെയും വലിയമ്മയും കൊന്നതെന്ന് പറയുന്നു. ഈ അനിയനെ കൊന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്തായിരിക്കും എന്നുള്ളതാണ് ഇപ്പോഴും പിടികിട്ടാതെ നിൽക്കുന്ന ഒരു ചോദ്യം. അപ്പോൾ ചില ദുരൂഹതകൾ അവശേഷിക്കുന്നു. ഈ ദുരൂഹതകളിലേക്ക് പോലീസ് കടന്നു കയറുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ദുരൂഹതകളിലേക്ക് കടന്നു കയറിയെങ്കിൽ മാത്രമേ അഫാനെ ചുറ്റിപ്പറ്റിയ ഒരു സംഘമുണ്ടോ, ഉമ്മ ആരെങ്കിലും ഭയന്നിട്ടാണോ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്താത്തത്? മജിസ്ട്രേറ്റ് നൽകിയ മൊഴിയിലും സ്വന്തം ഭർത്താവിന് നൽകിയ മൊഴിയിലും മകനെ രക്ഷിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നു. ഒപ്പം അവർ ആകെ ചോദിച്ചത് ഇളയ മകൻ എവിടെ, ഇത് മാത്രമാണ്. അപ്പോൾ മൂത്ത മകനെക്കുറിച്ച് ഇവർക്ക് കൃത്യമായ ധാരണയുണ്ട്. അപ്പോൾ ആ വഴിക്ക് പോലീസ് നീങ്ങാത്തതാണോ, നീങ്ങിയ വിവരങ്ങൾ പോലീസ് നമ്മളിൽ നിന്ന് ഒരുപക്ഷെ പൊതുജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നതാണോ എന്ന് അറിയില്ല. എന്തായാലും കൃത്യമായ റൂട്ടിൽ കൂടെ അന്വേഷണം നീങ്ങട്ടെ, അന്വേഷണത്തിൻ്റെ ഫലങ്ങൾ വരട്ടെ, നമുക്ക് കാത്തിരിക്കാം.